നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ് ഇനി വരുന്ന. കമ്പനി LGS, VFA, ബെപ്കോ LD, വേരിയസ് LGS, വേരിയസ് LDC മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട PSCയുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, പുതിയ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോയാലോ? ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ താഴെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചോദ്യം മനസ്സിലായോ? കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ എത്ര ശതമാനം? 15%. 15%ത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. 91ാം ഭരണഘടനാ ഭേദഗതി. 91ാം ഭരണഘടനാ ഭേദഗതി വർഷം ആദ്യം പഠിച്ചു വെച്ചോളൂ, 2003. ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? 2003 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? AB വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? 2003 ആരായിരുന്നു? APJ അബ്ദുൾ കലാം. APJ അബ്ദുൾ കലാം ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. അപ്പൊ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ, അധോസഭ എന്നാൽ ലോക്സഭയാണ്, അധോസഭ എന്നാൽ ലോക്സഭയാണ്, അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം എത്ര എണ്ണത്തിൽ കുറയാനും പാടില്ല? 12 എണ്ണത്തിൽ കുറയാനും പാടില്ല. അപ്പോ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാനും പാടില്ല. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12ൽ കുറയാനും പാടില്ല. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഒരു ക്ലൂം കൂടെ തരാം. ഈ 4 ഓപ്ഷനിലെ ഏതോ ഒന്നാണ് ആ ഉത്തരം. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? താഴെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ തിരിച്ച് 91ാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് വന്നാൽ, കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും ഏത് തന്നെയാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. കേരളത്തിന്റെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരിൽ കൂടാൻ പാടില്ല? 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നതിലെ 71ാം ഭരണഘടനാ ഭേദഗതി കൂടി ഒന്ന് നോക്കിയാലോ? 71ാം ഭരണഘടനാ ഭേദഗതി വർഷം 1992 ആണ്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ നരസിംഹറാവു, PV നരസിംഹറാവു. പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. ആരായിരുന്നു പ്രസിഡന്റ്? ശങ്കർ ദയാൽ ശർമ്മ. എന്താണ് ഈ ഭേദഗതിയുടെ പ്രാധാന്യം? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ അഥവാ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ എത്രാമത്തെ ഷെഡ്യൂൾ ആണ്? 8ാം പട്ടിക അഥവാ 8ാമത്തെ ഷെഡ്യൂൾ ആണ്. അപ്പൊ ഈ ഒരു ഷെഡ്യൂളിൽ 71ാം ഭരണഘടനാ ഭേദഗതി വഴി ഉൾപ്പെടുത്തിയ ഭാഷകൾ ഏതെല്ലാം? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. ഓക്കെ, PSC എപ്പോഴും ചോദിക്കുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റി നോക്കിയാലോ? 42ാം ഭരണഘടനാ ഭേദഗതി വർഷം പഠിക്കാൻ എളുപ്പമാണ്. 1976 ആണ്. ഈ 6 എങ്ങനെ കിട്ടി? 4+2 6. അപ്പൊ 1976 ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണിത്, 42ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് 1977 ജനുവരി മാസം 3. 1977 ജനുവരി മാസം 3 ഈ ഭേദഗതി നിലവിൽ വരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആണ് എന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്.
പാസാക്കിയത്? പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്തുകൊണ്ടുവന്നു? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? താഴെ കമന്റ് ചെയ്തോളൂ, വേഗം തന്നെ കമന്റ് ചെയ്തോളൂ. ഇനി രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊണ്ടുവന്നത് എന്ത്? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. അഖണ്ഡത എന്നാൽ ഇന്റഗ്രിറ്റി. ഓക്കെ, അപ്പോ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയായിട്ട് വർദ്ധിപ്പിച്ചു? 1 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു. കൂടാതെ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5-ൽ നിന്ന് ഇങ്ങോട്ടേക്കാ ഉയർത്തിയത്? 6-ലേക്കാണ് ഉയർത്തിയത്. ഇതിൽ തിരിച്ച് 6-ൽ നിന്നും 5-ലേക്ക് ഉയർത്തിയത്, 5-ലേക്ക് കുറച്ചത്, അതായത് പുനഃസ്ഥാപിച്ചത് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഭാഗം ഏത്? 4A. ഭാഗം 4A. ആർട്ടിക്കിൾ ഏത്? 51A. അപ്പൊ ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര മൗലിക കടമകളാണ്, എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? എന്നാൽ 10. ഇപ്പൊ നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അപ്പൊ ഈ 11ാമത്തെ ആ ഒരാളെ എപ്പോഴാ കൂട്ടിച്ചേർത്തത്? 86ാം ഭരണഘടനാ ഭേദഗതി 2002-ലാണ് കൂട്ടിച്ചേർത്തത്. അപ്പോ ആർട്ടിക്കിൾ 51A-യിൽ ഭേദഗതി വരുത്തി 11ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇതനുസരിച്ച് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കി കൊടുക്കേണ്ടത് ആരുടെ കടമയായിട്ട് മാറി? ഓരോ രക്ഷിതാവിന്റെയും കടമയായിട്ട് മാറി. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയില്ലേ? ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ 10-25 ഫാക്ടോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGS പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസം 6-ാം തീയതി. ഏപ്രിൽ മാസം 6-ാം തീയതി ക്ലാസ് തുടങ്ങാൻ പോകുന്നു. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റലിബിലിറ്റി എല്ലാ കാര്യങ്ങളും കൂടാതെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ് സ്റ്റഡി പ്ലാൻ വെച്ചാണ് ക്ലാസ് പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ. ഒരു ദിവസം ഒരു 2 hours ഒക്കെ പഠിക്കാൻ കാണത്തുള്ളൂ. ശനിയും ഞായറും റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. പിന്നെ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ബാച്ച് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ ഏകദേശം ഒരു 1.25 വർഷത്തോളം നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ്. എല്ലാം സെറ്റാണ്. കയറി വന്നോളൂ. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തു. വളരെ കുറച്ച് സീറ്റ്സേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിച്ചോളൂ. ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ. ഐഫോണിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ LDC ബാച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിലും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ്. നോട്ട് എഴുതി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ നോട്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. റാങ്ക് ലിസ്റ്റിൽ 50-ൽ ആദ്യത്തെ 50-ൽ അല്ലെങ്കിൽ ആദ്യത്തെ 100-ൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ, ഹർഷിതം എഡ്യൂടെക്കിൽ നിന്നും വിജയിച്ചു പോയ കുട്ടികളുടെ പാത പിന്തുടരണമെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് സീറ്റ്സും കൂടെ ബാക്കിയുണ്ട് LDCയിൽ. അതിൽ ഒരു മെമ്പർ ആവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്നും രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി. അപ്പൊ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും
മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇന്ത്യയിൽ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞ് 214 മുതൽ 231 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഹൈക്കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ്? ഗവർണറുടെ മുൻപാകെ, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ഓത്ത് ചെയ്യേണ്ടത്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. സുപ്രീം കോടതി, മറ്റ് ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആകില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഏതാ? 220. അപ്പൊ സുപ്രീം കോടതി, മറ്റ് ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാനാകില്ല എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? 220 ഇനി മറ്റൊരു ചോദ്യം, ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അതൊന്ന് കുറച്ച് പുറകിലേക്ക് പോയേ. 1861 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത്. 1861 ഹൈക്കോടതി നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1862 1862 ആദ്യത്തെ ഇന്ത്യൻ ഹൈക്കോടതി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് എൽജിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി ഏതാണ്? കൽക്കട്ട ഹൈക്കോടതി 1862 ഫോം ചെയ്തത്. 1862 ഫോം ചെയ്ത മറ്റ് ഹൈക്കോടതികൾ ഏതൊക്കെ? മദ്രാസ്, ബോംബെ. അപ്പൊ കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നീ ഹൈക്കോടതികൾ ഫോം ചെയ്തത് ഒരേ വർഷം തന്നെയാണ് കുട്ടികളെ. 1862. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ഒഴികെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ഏത് ഫണ്ടിൽ നിന്നാ? അതാത് സംസ്ഥാനങ്ങളിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ്. എവിടെ നിന്നാ പൈസ നൽകുന്നത്? എവിടെ നിന്നാ ശമ്പളങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്? അതാത് സംസ്ഥാനങ്ങളിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണെന്ന് മനസ്സിലായോ? ഇനി ഒരു ചോദ്യം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ഇന്ത്യൻ ആരാണ്? PB ചക്രവർത്തി കൽക്കട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നേ. അപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ PB ചക്രവർത്തിയാണ്. ഇനി നിങ്ങളോടൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓക്കെ, അപ്പോ 2 ചോദ്യം, 50-ലധികം ഫാക്ട്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിന്റേതാണ്? കുവൈറ്റിന്റെ സിവിലിയൻ പദവിയാണ് മുബാറക് അൽ കബീർ. അപ്പോ രാജ്യം കുവൈറ്റ് ഈ ഒരു പദവി അല്ലെങ്കിൽ പരമോന്നത സിവിലിയൻ പദവി സ്ഥാപിതമായ വർഷം 1974. വിദേശ തലവന്മാർക്കും രാജ കുടുംബാംഗങ്ങൾക്കുമാണ് സാധാരണ ഈ പദവി നൽകുന്നത്. 2024 ഡിസംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് ഇത് ചോദ്യമായിട്ട് വന്നത്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിന്റേതാണ്? കുവൈറ്റിന്റേതാണ്. ഇത്രയും നോക്കിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. ഇത് രണ്ടുമാണ്. സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോയാലോ.
ഇവിടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് തന്നെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ചെയർപേഴ്സൺ ആകേണ്ടത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം. അപ്പൊ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം അംഗങ്ങളിൽ ഒരാൾ. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തി ആയിരിക്കണം. അപ്പൊ 2019 ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. ഈ 2019 ഭേദഗതിക്ക് മുൻപേ എങ്ങനെയായിരുന്നു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം എന്നായിരുന്നു. ഭേദഗതി വന്നപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത് എന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്ന 1998 ഡിസംബർ മാസം 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ്. ജസ്റ്റിസ് എം പരീദ് പിള്ള. ഓക്കെ, ഇനി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ എത്രാമത്തെ സെക്ഷനാണ്? 22ാമത്തെ സെക്ഷനാണ്. ആരാണ് നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗവർണറാണ് നിയമിക്കുന്നത്. കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? 4 അംഗ കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് CM ആണ്. പിന്നെ ബാക്കി ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഒരാള് CM, രണ്ടാമത്തത് നിയമസഭാ സ്പീക്കറാണ്, മൂന്നാമത്തത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്, 4ാമത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ, പിന്നെ നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ ഈ കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ, അതൊരു റെയർ ചോദ്യമല്ലേ, 24ാമത്തെ സെക്ഷനിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി പ്രതിപാദിക്കുന്നത്. കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 24 ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വന്നാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന 1993 ഒക്ടോബർ മാസം 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേർ? 6 പേർ. അപ്പോൾ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. മറ്റംഗങ്ങളോ? സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം, ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരു അംഗം, പിന്നെ 3 പേരോ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 പേർ. ഇതിലൊരാൾ ആരായിരിക്കണം? വനിതയും ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? ഇവിടെ സംസ്ഥാനത്തിലെ CM എന്നതുപോലെ കേന്ദ്രത്തില് പ്രധാനമന്ത്രി തന്നെയാണ് ചെയർപേഴ്സൺ. 6 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോ PM പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഇത്രയും പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആരൊക്കെ? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ.
ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഇവരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ LDS ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം. ഓക്കെ, ഒരുപാട് പേരൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയം അറിയാതെ അഡ്മിഷൻ ആയോ, അഡ്മിഷൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടും കൂടി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സിൽ നല്ല അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.